ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 6 ലാസ്റ്റ് ചാപ്റ്ററാണ് സോഷ്യൽ സയൻസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ്ജി റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മുതലാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്താണ് മെയ്ജി റീസ്റ്റോറേഷൻ എന്ന് നോക്കാം. ജപ്പാൻ വാസ് ആൻ ഏഷ്യൻ കൺട്രി ദാറ്റ് എസ്കേപ്ഡ് ഫ്രം ദ ഫോറിൻ ഡോമിനേഷന് എസ്കേപ്പ് ആയിട്ടുള്ള ഒരു ഏഷ്യൻ കൺട്രി ആയിരുന്നു നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്നത്. മെനി കൺട്രീസ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻ വിത്ത് ജപ്പാനുമായിട്ട് ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കൺട്രീസ് അടുത്തിരുന്നു. കൊമഡോർ മാത്യു പെറി ആൻ അമേരിക്കൻ അറൈവ്ഡ് ഇൻ ജപ്പാൻ ഇൻ 1853 ആൻഡ് സെക്യൂർഡ് ദ റൈറ്റ് ടു ഹാവ് ട്രേഡ് വിത്ത് ദം. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള മാത്യു പെറി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് 1853 ജപ്പാനിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജപ്പാനുമായിട്ട് ട്രേഡ് നടത്താൻ പറ്റി. ദ അറൈവൽ ഓഫ് മാത്യു പെറി ചേഞ്ച് ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. അപ്പം മാത്യു ഹെറി വന്നതോട് കൂടിയിട്ട് ജപ്പാനിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എല്ലാം മാറി മറിഞ്ഞു. ദ ഷോഗൻസ് വെർ ഫോഴ്സ്ഫുള്ളി റിമൂവ്ഡ് ഫ്രം പവർ ഇൻ എ മൂവ്മെൻറ്റ് ഇൻ 1868 ആൻഡ് ദ എംപറർ റിട്ടേൺ ടു പവർ ആസ് സുപ്രീം അതോറിറ്റി. ദ സിറ്റി ഓഫ് എഡു വാസ് ഡിക്ലെയർഡ് ദ ക്യാപിറ്റലായിട്ട് ഏതിനെയാണ് എടുത്തത്? ദ സിറ്റി ഓഫ് എഡുവിനെ. ഇറ്റ് വാസ് ലേറ്റർ നെയ്മഡ് ആസ് ടോക്കിയോ. അപ്പോൾ സിറ്റി ഓഫ് എഡു പിന്നീട് അറിയപ്പെട്ടിരുന്നതാണ് ടോക്കിയോ. ദിസ് ഈസ് നോൺ ആസ് മെയ്ജി റീസ്റ്റോറേഷൻ. അതിനെയാണ് മെയ്ജി റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കണം. അടുത്തത് ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ദ മെയ്ജി ഗവൺമെൻറ് ഇനീഷ്യേറ്റഡ് എ ന്യൂ പോളിസി എംബേസിംഗ് ദ ഐഡിയ ഓഫ് ഫുക്കാഗു കോയി, റിച്ച് കൺട്രി സ്ട്രോങ് ആർമി ടു സ്ട്രെങ്തൻ ദ കൺട്രി. ദ മെയ്ജി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് എ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മെയ്ജി ഗവൺമെൻറ് ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നു. ദ ആർമി ആൻഡ് ദ ഒഫീഷ്യൽസ് വെർ ബ്രോട്ട് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ എംപറർ. ആർമിയും ഒഫീഷ്യൽസും ഒക്കെ എംപററിൻ്റെ കൺട്രോളിലായിരുന്നു. മിലിറ്ററി സർവീസസ് വാസ് made compulsory for all young men over the age of 20 for a fixed period. ഒരു ഫിക്സഡ് പീരീഡിന് മിലിറ്ററി സർവീസ് എല്ലാ ചെറുപ്പക്കാർക്കും കമ്പൽസറി ആക്കിയിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കാം. ചേഞ്ചസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്തെല്ലാം മാറ്റങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ വന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ആണിനും പെൺകുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എഡ്യൂക്കേഷൻ നിർബന്ധമാക്കി. കരിക്കുലം ബേസ്ഡ് ഓൺ വെസ്റ്റേൺ മോഡൽസ് വാസ് ഡെവലപ്ഡ്. കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ളത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. എംബാസിസ് വാസ് ഗിവൺ ടു ലോയാലിറ്റി ടു ദ കൺട്രി ആൻഡ് ദ സ്റ്റഡി ഓഫ് ജപ്പാനീസ് ഹിസ്റ്ററി. ടെക്സ്റ്റ് ബുക്ക് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻ റെസ്പെക്റ്റിംഗ് ദെയർ പാരൻസ് ആൻഡ് ബീയിങ് ലോയൽ ടു ദ കൺട്രി. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൺട്രിയിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനത്തെ പാഠഭാഗങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരുന്നത്. അടുത്തത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മെയ്ജി റീഫോംസ് വാസ് മോഡേണൈസേഷൻ ഓഫ് ദി ഇക്കണോമി. ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇക്കണോമിയിൽ വലിപ്പം വച്ചത്? ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ജപ്പാൻ വാസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ ടോക്കിയോ ആൻഡ് പോർട്ട് ഓഫ് യോക്കോഹാമ ഇൻ 1817 to 1872. അപ്പോൾ ഫസ്റ്റ് റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്തു. ആര് തമ്മിലായിരുന്നു? ടോക്കിയോയും അതുപോലെ പോർട്ട് ഓഫ് യോക്കോഹാമയും തമ്മിൽ. വേവിംഗ് മെഷീൻസ് വെർ ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പിൽ നിന്ന് വേവിംഗ് മെഷീൻസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഫോറിൻ ടെക്നീഷ്യൻസ് വെർ അപ്പോയിൻറ്റഡ് ടു ട്രെയിൻ ദ വർക്കേഴ്സ്. ഫോറിൻ ടെക്നീഷ്യൻസ് ട്രെയിൻ ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തു. ജാപ്പനീസ് സ്റ്റുഡൻസ് വെർ സെൻറ്റ് അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ. ജാപ്പനീസ് സ്റ്റുഡൻസിനെ എന്ത് ചെയ്തു? അബ്രോഡിലേക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനൊക്കെ വിട്ടു തുടങ്ങി. ആസ് എ പാർട്ട് ഓഫ് മോഡേണൈസേഷൻ ന്യൂമറസ് ഇൻഡസ്ട്രീസ് വെർ സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ. പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എംപ്ലോയിങ് ലെസ് ദാൻ 5 people ടു ലാർജ് ഫാക്ടറീസ് വിത്ത് 100 of workers were set up in Japan. Thus Japan succeeded in forming a modern nation state. അപ്പോൾ ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആയിട്ട് ജപ്പാൻ മാറി. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വേൾഡ് വാർ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 were the two wars in the 20th century that caused great terror and changes in human history. അപ്പോൾ രണ്ട് വാറും നടന്നിട്ടുള്ള ഇയർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദ ആറ്റം ബോംബ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ആറ്റം ബോംബ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിലാണ്. ഇനി ഇഫേർട്സ് ഓഫ് ജപ്പാൻ ടു ബിൽഡ് ആൻ എംപയർ വായിച്ചു നോക്കാം.
A nationalism centered around the state emerged in Japan with the Meiji Restoration. Japan engaged in wars to expand its empire to China and other Asian regions. It established a colonial empire by conquering neighboring countries, Taiwan and Korea. അപ്പോൾ ജപ്പാനുമായിട്ട് യുദ്ധങ്ങൾ നടക്കുകയാണ് അല്ലേ. അപ്പോൾ നൈബറിങ് കൺട്രീസിനൊക്കെ കോൺക്വർ ചെയ്യാൻ നോക്കി. ഡെസ്പൈറ്റ് ബീങ് എ സ്മോൾ കൺട്രി, ജപ്പാൻ ഡിഫീറ്റഡ് ബോത്ത് ചൈന, ദ സോഴ്സ് ഓഫ് ഇറ്റ്സ് കൾച്ചറൽ ആൻഡ് ഐഡിയൽസ്, റഷ്യ ദ യൂറോപ്യൻ പവർ. അങ്ങനെ ജപ്പാൻ ചൈനയെ തോൽപ്പിച്ചു. Their subsequent effort to establish their empire led to more wars. During the Second World War, Japan attacked Pearl Harbor of the United States of America. സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? അമേരിക്കനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ദിസ് ലെഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ടു ഡ്രോപ്പ് ആറ്റം ബോംബ് ഓൺ ദ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ ജപ്പാൻ. അതുകൊണ്ടാണ് അമേരിക്ക ഹിരോഷിമയിൽ ബോംബിട്ടത്. അതുപോലെ ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ആറ്റം ബോംബ് കോസ്റ്റ് ഇമൻസ് ഡിസ്ട്രക്ഷൻ ആൻഡ് സഫറിങ് ഇൻ ജപ്പാൻ. അപ്പോൾ ആറ്റം ബോംബ് അങ്ങനെ ഇട്ടുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ജപ്പാനിലുണ്ടായി. ആഫ്റ്റർ ദ വാർ വിത്ത് ദ US ലെഡ് ഇൻവേഷൻ, ജപ്പാൻസ് മിലിറ്ററി വാസ് ഡിസ്ബാൻഡഡ്. ഈ വാറിന് ശേഷം ജപ്പാൻ്റെ മിലിറ്ററി ഡിസ്ബാൻഡ് ചെയ്തു. ആൻഡ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. ലിസ്റ്റ് ദ എഫേർട്ട് മെയ്ഡ് ബൈ ജപ്പാൻ ടു ബിൽഡ് ആൻ എംപയർ, അനലൈസ് ഹൗ ദിസ് അഡ്വേഴ്സ്ലി എഫക്ട് ജപ്പാൻ ഗ്രോത്ത്. അപ്പോൾ എന്തൊക്കെയാണ് ജപ്പാന് ഒരു എംപയർ പണിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫേർട്ട്, എങ്ങനെയാണ് അത് ജപ്പാൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ജപ്പാൻ ഡിവാസ്റ്റേറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ റാപ്പിഡ്ലി റിക്കവേർഡ് ടു ദ പാത്ത് ഓഫ് പ്രോഗ്രസ്. ദ റീകൺസ്ട്രക്ഷൻ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പോസ്റ്റ് വാർ മിറാക്കിൾ. ദ ഒളിമ്പിക്സ് കണ്ടക്റ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ടോക്കിയോ ഇൻ 1964 വാസ് ഡിക്ലറേഷൻ ഓഫ് ജപ്പാൻസ് കംബാക്ക്. അങ്ങനെ യുദ്ധത്തിന് ഹിരോഷിമയിൽ ബോംബ് ഇട്ടതിന് ശേഷം പിന്നീട് ഓരോന്നായിട്ട് ആ ദുരിതങ്ങളൊക്കെ മാറി ജപ്പാൻ ഒന്നും കൂടി ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ടർ ഗ്രോ റാപ്പിഡ്ലി. അപ്പോൾ ഇൻഡസ്ട്രി ആയിക്കോട്ടെ കൊമേഴ്ഷ്യൽ സെക്ടറിലൊക്കെ വളർച്ച വന്നു തുടങ്ങി. ദ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ദാറ്റ് കുഡ് run at a speed of 200 miles per starting during the same period was a proof of Japan's technology expertise. അപ്പോൾ ജപ്പാൻ്റെ ടെക്നോളജിയും എന്ത് ചെയ്തു? വളർന്നു തുടങ്ങി. ബൈ ദ 1970s ജപ്പാൻ എമർജ്ഡ് ആസ് എ മേജർ ഇക്കണോമിക് പവർ ഇൻ ദ വേൾഡ്. 1970 ആയപ്പോഴേക്കും ജപ്പാൻ എന്തായി? മേജർ ഇക്കണോമിക് പവർ, ലോകത്തിൽ തന്നെ നല്ലൊരു പവർ ജപ്പാൻ എന്നുള്ള കൺട്രിക്ക് വന്നു. ജപ്പാൻ ഈസ് എ ഡയറക്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ടു ബിക്കം വൺ ഓഫ് ദ വേൾഡ്സ് എക്കണോമിക് പവേഴ്സ് ബൈ യൂട്ടിലൈസിങ് പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ കപ്പാബിലിറ്റീസ്. പൊളിറ്റിക്കൽ ആയിക്കോട്ടെ ടെക്നോളജി ആയിട്ടും വെച്ചിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു കൺട്രി ആയിട്ട് ജപ്പാൻ മാറി. അതിനൊരു എക്സാമ്പിളാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് മോഡൽ ഉണ്ടാക്കാനാണ്, ക്രെയിൻസ് ഉണ്ടാക്കാൻ, അതുപോലെ പ്ലക്കാർഡ് ഉണ്ടാക്കാൻ, അതുപോലെ ആൽബം ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ, പെട്ടെന്ന് പഠിച്ചെടുക്കാം. മാച്ച് ദ ഫോളോയിങ്ങും ഇയറും അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.